പരമ്പരാഗതമായിട്ട് നമ്മൾ കഴിച്ചു പോരുന്നൊരു ടോണിക്കാണ് നെല്ലിക്ക അരിഷ്ടം അല്ലെ. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും അതിൽ കുറച്ച് നമുക്ക് പറയാം. വിളർച്ചയുടെ പ്രശ്നമുള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. വളരെ അധികം മാറ്റം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണിന്റെ കാഴ്ചക്കാണെങ്കിലും അതുപോലെ നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും ഈ നെല്ലിക്ക അരിഷ്ടം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചർമ്മത്തിന്റെ സംരക്ഷണത്തിനാണെങ്കിലും മുടിയുടെ സംരക്ഷണത്തിനാണെങ്കിലും ഒക്കെ ഇത് ബെസ്റ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് ഗുണങ്ങൾ നെല്ലിക്ക അരിഷ്ടത്തിനുണ്ട്. വളരെ സിമ്പിൾ ആണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 1/2 കിലോഗ്രാം ആണ് നെല്ലിക്ക എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നാടൻ നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പൊ നെല്ലിക്ക നല്ല പോലെ കഴുകിയെടുത്തതാണ്. എന്നിട്ട് നമ്മളിത് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഒരുപാട് കാലം സൂക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഇതിലെ വെള്ളമയം കംപ്ലീറ്റ് ആയി പോവാനായിട്ട് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഒന്നൊന്ന് വെയിൽ കൊള്ളിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ഇട്ട് വെക്കാനുള്ള കുപ്പി ഉണ്ടല്ലോ, അതും ഇതിന്റെ കൂടെ ഒന്ന് വെയിലൊന്ന് കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് പൂപ്പൽ വരാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വെയിൽ കൊണ്ട് ഇത് ഉണക്കിയെടുക്കല്ല നമ്മൾ ചെയ്യുന്നത്, അത് പ്രത്യേകം പറയാണ്. നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും ചേരുവ നമുക്ക് വേണം. പക്ഷെ ഇതൊന്നും ഇല്ലാതെയും നെല്ലിക്കാരിഷ്ടം തയ്യാറാക്കാറുണ്ട് കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ഈ ചേരുവകളൊക്കെ എണ്ണം ഒന്ന് കുറക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതിലെ കുത്തൽ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി. ഇത് കൂടുതലൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. ഇതേ ഒരു കഷ്ണം പട്ടയുണ്ട്, വളരെ ചെറിയൊരു കഷ്ണം പട്ടയാണ് കേട്ടോ, കട്ടിയൊന്നുമില്ല. അപ്പൊ ഈ ഒരു കഷ്ണം പട്ട നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു 10 മണി കുരുമുളകാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇതിലും കുറക്കണമെങ്കിൽ കുറക്കാം, പക്ഷെ ഇത് അധികം കൂടുതലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല ജീരകം വേണം, 1 ടേബിൾ സ്പൂണോളം നല്ല ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ഏലക്ക ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ഏലക്കാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മൾ ഏലക്ക ചേർക്കുമ്പോൾ അതിന്റെ ആ തൊലി ഒന്ന് കളയാം. കാരണം ഏലക്കയിൽ ഏറ്റവും കൂടുതൽ വിഷം വരുന്ന ഭാഗം ആ തൊലിയിലാണ്. അപ്പൊ അതിന്റെ കുരു മാത്രം നമ്മൾ എടുത്താൽ മതി. കാരണം നമ്മളിത് അതിലിട്ട് വെക്കുന്നതാണോ, അതുകൊണ്ടാണ് നമ്മൾ ആ തൊലി ഒന്ന് മാറ്റി കൊടുക്കുന്നത് കേട്ടോ. അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ല പോലെ ഇങ്ങനെ ബ്രൗൺ ആവുന്ന രീതിക്കൊന്ന് വറുക്കണ്ട, ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. നമുക്കിതൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളൊന്ന് വറുക്കുന്നത് കേട്ടോ. അപ്പൊ ആ ലെവലിൽ നമ്മളിതൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പോലെ പൊടിയാവേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ അങ്ങ് എടുത്താൽ മതി. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് നെല്ലിക്കാരിഷ്ടം ഉണ്ടാക്കാനുള്ള 2 ചേരുവയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കര ഒന്ന് ഇതുപോലെ കുത്തിയെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ചീവ എടുക്കുന്നെങ്കിൽ അത് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ആ പൊടിയാണ്, നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ ഒരു പൊടി. ഈ ഞാൻ എടുത്ത ശർക്കരയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു 350 ഗ്രാമോളം ഉണ്ടാവും. ഒരു 250 ഗ്രാം മുതൽ നമുക്ക് 350 ഗ്രാമോളം എടുക്കാം കേട്ടോ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ നെല്ലിക്കയ്ക്ക് കേടുഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് ആ ഭാഗം ഒന്ന് കളയാട്ടോ. കാരണം ഇത് നമ്മൾ കൂടുതൽ കാലം സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ കളഞ്ഞാലേ ഇത് കേട് വരാണ്ട് അത്രയും കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ നമ്മുടെ കുപ്പിയുടെ ജാറുണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട്. അതിന്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ചീവി വെച്ച ശർക്കര ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ നെല്ലിക്ക ഇങ്ങനെ നിരട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു കുപ്പി നിറയുന്ന വരെ ഇങ്ങനെ ചെയ്യണം. അപ്പൊ താഴെ ഭാഗം ശർക്കര, അതിന്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു നെല്ലിക്ക, പിന്നെ നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ ശർക്കര വീണ്ടും ഈ രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു പൊടി ചേർക്കുന്നുണ്ടല്ലോ, ഇത് ചേർക്കാതെയും ചെയ്യുന്നുണ്ട് കേട്ടോ നെല്ലിക്കാരിഷ്ടം. ഈ ഒരു ശർക്കരയും നെല്ലിക്കയും മാത്രം ചേർത്തിട്ടും ഇങ്ങനെ ചെയ്യാറുണ്ട്. ചിലർക്ക് ഇതിന്റെ ഈ പൊടിയുടെ ആ ഒരു കുത്തലൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഈ നെല്ലിക്കയും ശർക്കര മാത്രം ചെയ്താലും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അനീമിയ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതും മതിയാവും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. നമ്മൾ എപ്പോഴും നെല്ലിക്ക അരിഷ്ടം ചെയ്യുന്ന സമയത്ത് അതിനൊരു സമയം കൊടുക്കണം. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ 41 ദിവസമാണ്. 41 ദിവസമെങ്കിലും ആവുമ്പോഴാണ് ഇത് അലിഞ്ഞ് ശരിക്കും ആ ഒരു അരിഷ്ടത്തിന്റെ രൂപത്തിലേക്ക് ആയി വരുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ നെല്ലിക്കയും ശർക്കരയും മസാലയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കുപ്പിയിലേക്ക് നിറച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ മുകളിലായിട്ട് ഒരു കോട്ടന്റെ തുണി, നന്നായിട്ട് ഉണങ്ങിയ നല്ലൊരു തുണി ഇതുപോലെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. നമ്മളിവിടെ സാധാരണ ചെയ്യുമ്പോൾ കോട്ടന്റെ തുണിയൊന്നും വെക്കാറില്ല. എന്നാലും പൂപ്പൽ വരാതിരിക്കാൻ ഇങ്ങനെയും കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ ഇതിനി നമുക്ക് 41 ദിവസത്തോളം ഇങ്ങനെ വെക്കണം. അതിനുശേഷം നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ ആദ്യമേ തയ്യാറാക്കി വെച്ച നെല്ലിക്ക ഉണ്ട്.
അത് നമ്മൾ നാടൻ നെല്ലിക്ക വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. ഇതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെല്ലിക്കയല്ല അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കസിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന സമയത്ത് തയ്യാറാക്കിയതായിരുന്നു ഇത്. അപ്പൊ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പൊ 41 ദിവസം കഴിയുമ്പോഴേ നമുക്കിത് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ട് ഇതുപോലെ ആ ഒരു അരിഷ്ടത്തിന്റെ പരുവത്തിലെത്തുള്ളൂ. അതിന്റെ മുമ്പൊന്നും നിങ്ങൾ തുറക്കാനായിട്ട് നോക്കരുത് കേട്ടോ. ഇനി നമ്മളിത് കുടിക്കുന്നതിന് ഒരു രീതിയുണ്ട്. കാരണം നമ്മൾ ഇതിലേക്ക് ശർക്കര ഇട്ടത് അതുപോലെ ചതച്ചങ്ങ് ഇട്ട് കൊടുത്തേക്കുക, അതല്ലെങ്കിൽ ചീവിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പൊ അതിൽ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം കേട്ടോ കുടിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്കിത് ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഈ ഒരു അരിഷ്ടം വേറൊരു കുപ്പിയിലേക്ക് ഇതുപോലെ അരിച്ചിട്ട് മാറ്റി വെക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ നെല്ലിക്കാരിഷ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കണത്, അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 10 മില്ലിയിൽ കുറവാണ് കൊടുക്കേണ്ടത്. 6 മാസത്തിന് ശേഷം കൊടുക്കാം. പക്ഷെ 6 മാസത്തിന് ശേഷം കൊടുക്കുമ്പോൾ 10 മില്ലി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അതിലും കുറച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.